ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാൻ വ തജ്വീദുൽ ഖുർആൻ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത്. ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ചോദ്യപേപ്പർ നമ്മൾ മുമ്പൊരു ചോദ്യപേപ്പർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേയൊക്കെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ബുക്കും കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യം മാത്രവും അതിൻ്റെ ആൻസറും മാത്രം മതിയാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ഒരുപാട് വലിയ വീഡിയോ ആക്കി നിങ്ങളെ ചടപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള എനിക്കറിയാം. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഞാൻ ചോദ്യപേപ്പർ ഉത്തരങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നുള്ളൂ. ഇനി കൂടുതലായിട്ട് വേണ്ടവർ കഴിഞ്ഞ വീഡിയോസും ഇനി പാഠഭാഗം വെച്ചിട്ട് റിവിഷനായിട്ട് പറഞ്ഞുണ്ട് ഓരോ പാഠത്തുനിന്ന് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ വീഡിയോസ് വേണ്ടവർ ഉപകാരപ്പെടുത്തുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നുണ്ട്. എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ആ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദണ്ഡയുദ്ധത്തിൽ വിജയിച്ചു. ആരായിരുന്നു ദണ്ഡയുദ്ധത്തിൽ വിജയിച്ചത്? സുമ്രത്ത് റളിയല്ലാഹു അൻഹു. സുമ്രത്ത് റളിയല്ലാഹു അൻഹു ആണ് ദണ്ഡയുദ്ധത്തിൽ വിജയിച്ചത്. ആരെയാണ് തോൽപ്പിച്ചത്? റഫീ റളിയല്ലാഹു അൻഹുവിനെയാണ് തോൽപ്പിച്ചത്. ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് ഇവർ രണ്ടുപേരും. ഉമൈർ എന്നവര് ബദർ യുദ്ധത്തിലാണ്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? രാവിലെയും വൈകുന്നേരവും ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഫലക്കാണ്. രാവിലെയും വൈകുന്നേരവും ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത് മുഅവ്വിദത്തൈനിൽ അഭയം നൽകുന്ന 2 സൂറത്തുകൾ മുഅവ്വിദത്തൈന്. അതിലൊന്നാണ് സൂറത്തുൽ ഫലക്ക്. പ്രഭാതത്തിലും പ്രദോഷത്തിലും 5 വക്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ പറയുന്നുണ്ട്. സിഹ്ർ, വിഷം കയറിയത്, രോഗം, കണ്ണേറ് തുടങ്ങിയതിന് മന്ത്രിക്കുന്ന സമയത്തും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ മുഅവ്വിദത്തൈനിയിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫലക്ക്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായത് 204 ഹിജ്റ 204. ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. അടുത്തത് മുനയ്യത്ത്. മുനയ്യത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹം എന്നാണ്. അപ്പോൾ നിങ്ങളെ പാഠബുക്ക് തസ്കിയയിൽ ചില പാഠങ്ങൾക്ക് നക്ര നഫമ എന്ന ഭാഗത്ത് ചെറിയ വേർഡ്സുകൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിന്നെല്ലാം പാഠത്തുനിന്നും വരുന്ന വേർഡ്സുകൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതുപോലെ ഏത് വാക്കാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വന്നാൽ നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്താൻ കഴിയണം. അടുത്തത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കപ്പെട്ടത് എവിടെയാണ്? ബക്കീലാണ്. അടുത്തതാ ശ്വാസം അയക്കാതെ അല്പം അടങ്ങണം. ശ്വാസം അയക്കാതെ അല്പം അടങ്ങൽ സക്കത്തയൊക്കെയാണ് ശ്വാസം അയക്കാതെ അല്പം അടങ്ങൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. എന്താണ് ഇവിടെ വരുന്നത്? റുമൂസുൽ വഖഫ് മൂന്നാമത്തെ പാഠത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഏത് രീതിയിലാണ് നമുക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വഖഫിൻ്റെ ഓരോ അക്ഷരങ്ങൾ പറയുന്നുണ്ട്. മീമ്, തോ, ജീമ്, സായി, സ്വാദ് അതൊക്കെ. അപ്പോൾ അതിൽ അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ മുആനക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുആനക്കത്ത് എന്ന് പറഞ്ഞാൽ 2-1 നിർത്താം. മുആനക്കത്ത് 2-1 നിർത്താം. 3 ഡോട്ടുകൾ വരുന്ന ചിഹ്നമാണ്. 2-1 നിർത്താം. അപ്പം അതിൻ്റെ ബി നമുക്കിവിടെ എഴുതി കൊടുക്കാം. ബി. അടുത്തത് എന്താണ്? ജായിസാണ് എന്ത്? ജീമ്. ജായിസിനെ സൂചിപ്പിക്കുന്നു. വഖഫും വസ്ലും ആവാം. സി. അപ്പം അതിൻ്റെ സി നൽകാം. ലാസിം എന്താ? സുന്നത്ത് മുഅക്കദ്.
മീം എന്ന അക്ഷരമാണ് അവിടെ സൂചിപ്പിക്കുക ഖുറാനിൽ. സുന്നത്ത് മുഅക്കദ്. അപ്പം അതിൻ്റെ നമുക്ക് അവിടെ എഴുതാം. അടുത്ത് വഖഫ് മുത്ലക്ക്, തോ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. വഖഫ് മുത്ലക്ക് എന്താണ്? വഖഫ് നല്ലത്. അപ്പം അതിൻ്റെ എഴുതാം. മുറഹസ് എന്താണ്? ശ്വാസം കിട്ടാതെ വന്നാൽ നിർത്താം. അപ്പം അവിടെ എന്താണ്? മുറഹസ് സ്വാദാണ്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ ഹ ഉ സക്കത്ത്, ഹ ഉൽ ലമീർ, ഹ ഉ തഅനീസ് ഒന്നാമത്തെ പാഠത്ത് വരുന്ന അതൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. വഖഫ്, സക്കത്ത്, ഖത, വസല്. അതുപോലെ വരുന്നത് റാഇൻ്റെ തർക്കീക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സിഫത്തുകൾ ഹംസ്, ജഹർ, ഷിദ്ദ, റിഹ്വ അതൊക്കെ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ് വന്നത്? വതഹിറിൽ കൽബി ഡാഷ്. രണ്ടാമത്തെ പാഠം വക്കിരിൽ ഇൽമ്. അപ്പം അതിൽ നിന്ന് ഇതുപോലെ വേറെയും ആയത്തുകൾ വരാം. അപ്പോൾ ആ ബൈത്താണത്, നന്നായി പഠിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? വതഹിറിൽ കൽബി വസഹിഹ് നിയ്യത്ത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതിൻ്റെ ആശയങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി, അർത്ഥമൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. ആശയം എഴുതുക, സാരം എഴുതുക, അർത്ഥം എഴുതുക എന്നൊക്കെ പറഞ്ഞ് വരാം. മനസ്സിലാക്കുക. അടുത്തത് അതുപോലെ തന്നെ എന്താണ്? വഹ്ദർരിയാ ഓ മുഹ്ബിതല്ലി ഇബാദത്തി വൻളുർ ഇലാ. ഹിദായത്തിൽ അതുക്കിയയിൽ നിന്നുള്ള വരികളാണ്. വൻളുർ ഇലാ നളരിൽ അലീമി ഫതകുമുല. അപ്പം അതിൽ നിന്നുള്ള വരികളും ഇതുപോലെ വേറെയും വരാം. മനസ്സിലാക്കി പഠിക്കുക. അതും അർത്ഥവും ഒക്കെ പഠിക്കുക. അടുത്തത് എന്താണ്? സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 55 വഫാത്തായി. ഹിജ്റ 55 വഫാത്തായത്. അടുത്തത് എന്താണ്? ഉമൈർ ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ഡാഷ് യുദ്ധത്തിൽ ഷഹീദായി. ഏത് യുദ്ധത്തിലാണ് ഉമൈർ ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ഷഹീദായത്? ബദർ യുദ്ധത്തിലാണ് വഫാത്തായത്. അടുത്തത് എന്താണ്? ലാകിന്ന ഹുവല്ലാഹു എന്നതിൽ അലിഫിനെ ഡാഷിൽ ഉച്ചരിക്കണം. എപ്പോഴാണ്? നമ്മൾ മറ്റേ ചോദ്യപേപ്പറിലും പറഞ്ഞതാണത്. എന്താണ്? വഖഫിലാണ് ഉച്ചരിക്കേണ്ടത്, വസ്ലിൽ ഉച്ചരിക്കാൻ പാടില്ല. വഖഫിൽ ഉച്ചരിക്കണം, വസ്ലിൽ ഉച്ചരിക്കാൻ പാടില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുമ്പം, വസ്ല് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പം. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് ഖുർആനിൽ ഡേഷ് സ്ഥലങ്ങളിൽ സക്കത്ത ചെയ്ത് പാരായണം ചെയ്തിട്ടുണ്ട്. 4 സ്ഥലങ്ങളിലാണ്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. മദായിൻ ജയിച്ചടക്കിയ സൈന്യാധിപൻ ആരാണ്? സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു, മദായിൻ ജയിച്ചടക്കിയ സഹാബി. അടുത്തത് ഹിദായത്തിൽ അതുക്കിയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ കബീരി. അപ്പം അതൊക്കെ മാച്ച് ചെയ്യാനുള്ള പേരായിട്ട് വരാം. ഹിദായത്തുൽ അതുക്കിയ സൈൻ മഖ്ദൂമിൽ കബീരി. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ചെയ്ത ജൂതൻ ആരായിരുന്നു? ലബീദ് ഇബ്നു അസ്സം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ചെയ്ത് നിക്ഷേപിച്ച കിണർ ഏതായിരുന്നു? ദർവാൻ എന്ന കിണറായിരുന്നു. അടുത്തെന്താണ്? പദങ്ങളിൽ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇന്റെ പേരെന്ത്? പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇന് ഹാ ഉത്ത് തഅനീസ് എന്നാണ് പേര്. ഹാ ഉത്ത് തഅനീസ്. അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹാഇന് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നു. മനസ്സിലാക്കുക. അതുപോലെ ചോദ്യം വരാം. ഹാ ഉൽ ലമീർ എന്നാണ് അവൻ, അത് എന്ന അർത്ഥം വരുന്ന. അതുപോലെ വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ട് ഹാഇനെ സക്കത്തിൽ പാരായണം ചെയ്യണം. അവിടെ ഹാഇനെ സക്കത്തിലാണ് പാരായണം ചെയ്യുന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. ചേർത്തി ഓതലാണ് ഉത്തമം എന്നുള്ളത് സീല്.
ഇതുപോലെ വഖഫാണ് ഏറ്റവും ഉത്തമമെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നമേത്? കീല്, കാഫുൽ ലാമും കൂടി മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഉച്ചാരണ സമയത്ത് ശബ്ദം നീളാതിരിക്കാൻ. ഉച്ചാരണ സമയത്ത് ശബ്ദം നീളാതിരിക്കൽ, ഇതിൻ്റെ പേര് എന്താണ്? ഹുറൂഫാണ്, സിഫാത്തുൽ ഹുറൂഫാണ്. എന്താണ്? ശബ്ദം നീളാതിരിക്കലാണ് എന്ത്? ഷിദ്ദ. ഉച്ചാരണ സമയത്ത് ശബ്ദം നീളാതിരിക്കൽ ഷിദ്ദ. ശബ്ദം നീളലോ റിഹ്വ, കാറ്റോടുകൂടി നടക്കല്, ശബ്ദത്തെ കാറ്റോടുകൂടി നടക്കല് ഹംസ്. തവസുത്ത്, മധ്യാവസ്ഥയിൽ ശബ്ദം നീളല്. അപ്പോൾ അതൊക്കെ പഠിച്ചാൽ അതുപോലെ വൺ വേർഡ് ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയും. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു ഉന്നത സ്ഥാനം നേടാൻ കാരണം എന്ത്? കാരണം എന്തായിരുന്നു? സയ്യിദ് റളിയല്ലാഹു അൻഹു ഉന്നത സ്ഥാനം നേടാൻ കാരണം എന്തായിരുന്നു? ഒരു മുസ്ലിമിനോടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിരോധവുമില്ല എന്നതൊഴിച്ചാൽ മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയതിൽ അസൂയ വെക്കാറില്ല. മറ്റുള്ളവർക്ക് വിപത്ത് ഉണ്ടാവുന്നതിനെ ആഗ്രഹിക്കാറുമില്ല, പറയാറുമില്ല. ഇതാണ് സഅദ് എന്നവരെ ഉന്നത സ്ഥാനം നേടാൻ കാരണമായത്. അടുത്തെന്താണ്? ബദർ യുദ്ധവേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയായിരുന്നു? ബദർ യുദ്ധവേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു, ഉമറല്ല ഉമർ റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയായിരുന്നു? എന്താണ് ഉമർ എന്നവർ ഒളിച്ചിരിക്കാൻ കാരണം എന്തായിരുന്നു? അബീ വക്കാസിന്റെ മക്കളായ സഅദ് എന്നവരും സഹോദരൻ ഉമൈർ എന്നവരും ബദർ ദിനത്തിൽ മുസ്ലിങ്ങളുടെ സൈന്യത്തിലായിരുന്നു. ഉമൈർ എന്നവർ ഒളിച്ചു. എന്തായിരുന്നു? അപ്പോൾ സഅദ് എന്നവർ ചോദിച്ചു, എൻ്റെ സഹോദര നിനക്കെന്താണ് പറ്റിയത്? ഉമൈർ എന്നവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കാണുന്നത് ഞാൻ ഭയക്കുന്നു. കാരണം എന്താ? ഞാൻ കുട്ടിയായതിനാൽ, ചെറുതായി കണ്ടാൽ എന്നെ തിരിച്ചയക്കുന്നതും ഞാൻ ഭയപ്പെടുന്നു. ഞാനാണെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു എനിക്ക് രക്തസാക്ഷിത്വം നൽകിയേക്കാം. അപ്പം എന്തിനാണ് ഇവിടെ ഉമൈർ എന്നവർ ഒളിച്ചത്? കുട്ടിയായതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിഞ്ഞാൽ യുദ്ധത്തിന് കൊണ്ടുപോവില്ല എന്ന് കരുതിയാണ് ഉമൈർ എന്നവർ ഒളിച്ചത്. മനസ്സിലാക്കുക. അടുത്ത ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്താണ്? ഇഖ്ലാസ് എന്നാൽ ആരാധന കൊണ്ട് സംരക്ഷകനായ അള്ളാഹുവിൻ്റെ സാമീപ്യമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതിരിക്കലാണ്. നിങ്ങൾ 6-ാമത്തെ ഇഖ്ലാസ് എന്ന ബൈത്തിൽ പറയുന്നുണ്ട്. എന്താണ്? നീ നിഷ്കളങ്കനാവുക. എന്തെന്നാൽ നിന്റെ ആരാധനകൾ കൊണ്ട് നിന്റെ സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യമല്ലാതെ നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. അപ്പോൾ ഇഖ്ലാസ് എന്നാൽ സംരക്ഷകനായ അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കലാണ് ഇഖ്ലാസ് എന്നാൽ. മനസ്സിലാക്കുക. അടുത്തെന്താണ്? സൂറത്തുൽ മുഅവ്വിദത്തൈനി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട 4 സന്ദർഭങ്ങൾ എപ്പോഴൊക്കെയാണ്? സിഹ്റ്, കണ്ണേറ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും, 5 വക്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും ഈ 2 സൂറത്തുകൾ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയുണ്ടായി. മനസ്സിലാക്കുക. ഉഖ്ബത്ത് ബിൻ ആമിർ എന്നവരോട് തിരുദൂതർ പറഞ്ഞു, ഓ ഉഖ്ബത്തെ, ഇവ രണ്ടും കൊണ്ട് നീ അഭയം തേടുക. കാരണം ഒരു അഭയാർത്ഥിയും ഇവക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടിയിട്ടില്ല. അപ്പോൾ ഇത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്ന് ചോദ്യം വരാറുണ്ട്. ആരോടാണ്? ഉഖ്ബത്ത് ബിൻ അമീർ എന്നവരോടാണ്. മനസ്സിലാക്കുക. അടുത്തത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? എന്താണ് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞത്? ഷാഫി ഇമാമിൻ്റെ വിശ്വാസയോഗ്യതയിലും
വിശ്വാസതയിലും ധർമ്മനിഷ്ഠയിലും ഐഹിക വിരക്തിയിലും ഔദാര്യത്തിലും സൂക്ഷ്മതയിലും ഭക്തിയിലും ഉയർന്ന പദവിയിലും പണ്ഡിത ലോകം ഏകോപിച്ചിരുന്നു. മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായിരുന്ന ആര്? മുസനി എന്നവർ. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. ആശയം എഴുതണം. എന്താണ്? കെട്ടുകളിൽ ഊതുന്നവരുടെ അതായത് സിഹർ ചെയ്യുന്നവരുടെ ഷർറിൽ നിന്നും. അതാണ് അതിൻ്റെ സാരം വരുന്നത്. മനസ്സിലാക്കുക. അടുത്ത കൽക്കല എന്നാൽ എന്താണ് കൽക്കല? മഹ്റജിൽ അമർത്തി ഉച്ചരിക്കുന്നതിനാൽ ശബ്ദത്തിന് മുഴക്കമുണ്ടാവുന്നതിനാണ് കൽക്കല. കുത്തുബ് ജദ് എന്ന അക്ഷരമാണ് കൽക്കലയുടേത്. ഖാഫ്, താ, ബാ, ജീമ്, ദാല്. മഹ്റജിൽ അമർത്തി ഉച്ചരിക്കുന്നതിനാൽ ശബ്ദത്തിന് മുഴക്കമുണ്ടാവലാണ് കൽക്കലത്ത്. മനസ്സിലാക്കുക. അടുത്ത തർക്കീക്ക് എന്നാൽ തർക്കീക്ക് വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫ്ഹീം എന്ന് പറയും. നമുക്കിവിടെ തർക്കീക്കാണ് ചോദിച്ചത്. അപ്പം എന്താണ്? അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്. അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്. തഫ്ഹീമിൻ്റെ അക്ഷരങ്ങൾ ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളായ ഹുസ്സുലോത്തിങ്കൾ എപ്പോഴും തഫ്ഹീം ചെയ്യണം. അതിനെ നീട്ടാൻ വരുന്ന അലിഫ്, വാവ് വന്നാൽ അവയെയും തഫ്ഹീം ചെയ്യണം. മനസ്സിലാക്കുക. ഇസ്മുൽ ജലാലയിൽ അലിഫ് ലാമിന് മുമ്പ് ഫതഹോ ലമ്മ വന്നാൽ തഫ്ഹീം ചെയ്യണം. എന്നാൽ അലിഫ് ലാമിന് മുമ്പ് കസ്ര വന്നാൽ അവിടെ തർക്കീക്ക് ചെയ്യണം. അതൊക്കെ മനസ്സിലാക്കുക. അറബി അക്ഷരങ്ങളിൽ 7 അക്ഷരങ്ങൾക്കാണ് തഫ്ഹീം ചെയ്യുന്നത്. കൂടാതെ അതിനെ നീട്ടാൻ വരുന്ന അലിഫ് വാവിനെയും. മനസ്സിലാക്കുക. അടുത്ത ഇനി 5 വരിയിൽ കുറയാതെ എഴുതാൻ ആദാബുൽ ഇൽമ്. അപ്പോൾ അത് വക്കിരിൽ ഇൽമ് എന്ന ആ പാഠത്തെ ആസ്പദമാക്കിയിട്ടാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഓരോ പാഠത്തെയും ആസ്പദമാക്കിയിട്ട് ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ നന്നായി മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ വന്നതെന്താണ്? സിഫാത്തുൽ ഹുറൂഫ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹംസ്, ജഹർ, റിഹ്വ, ഇത്ബാക്ക്, ഇൻഫിത്താഹ്, കൽക്കല, ഇങ്ങനെ സിഫാത്തുൽ ഹുറൂഫുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ ഇനിയും ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോ കൂട്ടുന്നില്ല. എല്ലാവരും ഉപകാരപ്പെടുത്തുക. എൻ്റെ വോയിസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.